കുറിച്ചാണ്. അതായത് ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് നമ്മളുടെ അടുത്ത്, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ നല്ലതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ യൂഷ്വലി പറയാറുള്ളത്, നിങ്ങൾക്ക് സ്റ്റോക്സിനെ കുറിച്ച് നല്ലോണം അറിയാം, അതിനുള്ള സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റോക്സ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്നുള്ളതാണ്. അപ്പോൾ സ്റ്റോക്സ് എന്താണെന്നുള്ളതാണ്. സ്റ്റോക്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ എനിക്ക് ഒരു കമ്പനിയിൽ അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉള്ളൊരു കമ്പനി, എനിക്കത് സ്വന്തമായിട്ട് ബൈ ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു സമയത്താണ് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഷെയർസ് മേടിക്കാൻ വേണ്ടി പറ്റും. അതായത് ആ കമ്പനി മൊത്തത്തിൽ ബൈ ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് അതിൻ്റെ ഷെയർസ് നമുക്ക് ബൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എനിക്ക് അവിടെ അല്ല, ഫുള്ളി ഓണർഷിപ്പ് അല്ലല്ല കിട്ടുന്നത്. അതായത് അല്ല, ഫുൾ ഷെയർസ് എന്റേതല്ല, അതിന്റെ പോർഷൻ മാത്രമല്ല ഞാൻ മേടിക്കുന്നത്. അത് മേടിക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ലല്ലോ, അതാ ഞാൻ പറഞ്ഞത്. ഈവൻ ഒരു ഷെയർ മേടിച്ചാലും ഓണർഷിപ്പ് എനിക്ക് കിട്ടും, പക്ഷെ ഫുൾ ഓണർഷിപ്പ് എനിക്ക് കിട്ടൂലല്ല. ഫുൾ ഷെയർസ് മേടിച്ചാൽ മാത്രമല്ല എനിക്കത് ഫുള്ള് മേടിക്കാൻ പറ്റാത്ത, കമ്പനി മൊത്തത്തിൽ മേടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഒരു പോർഷൻ ഷെയർസ് മേടിച്ച് വെക്കുന്നത്. അപ്പോൾ അതിനെയാണ് ഷെയർസ് എന്ന് പറയുന്നത്. ഈ ഷെയർ എന്തിനാണ് കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കമ്പനിയുടെ എക്സ്പാൻഷന് വേണ്ടിയിട്ടാണ് കമ്പനീസ് പബ്ലിക്കിൽ നിന്ന് ഷെയർ ഹോൾഡേഴ്സിനെ വെൽക്കം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഷെയർസിൽ ആക്ച്വലി നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത്, സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി പ്രോഫിറ്റ് കിട്ടുന്നുള്ള കസ്റ്റമർ പറയാറുണ്ട്. ആക്ച്വലി പ്രോഫിറ്റ് മാത്രമല്ല, ഇതിന് കുറേ അഡ്വാൻറ്റേജസും ഉണ്ട് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ അഡ്വാൻറ്റേജിൽ ഫസ്റ്റ് വണ്ണാണ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ആ ബുക്ക് എടുത്ത് വെച്ചിട്ട് വന്നിട്ട് വന്നു? ഫസ്റ്റ് അഡ്വാൻറ്റേജ്, അതായത് സ്റ്റോക്സിനെ കുറിച്ചാണ് ചേച്ചി പറയുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആണ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ. അതായത് ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റോക്സ്, ഞാനിപ്പോൾ ഒരു സ്റ്റോക്ക് മേടിച്ചു, അതിന് ഒരു 1000 രൂപ, ഒരു 50 രൂപയാണ് ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ്, റേറ്റ് 50 രൂപയാണ്. ഫ്യൂച്ചറിൽ ഈ സ്റ്റോക്കിൻ്റെ വില കൂടുന്ന സമയത്ത് ഞാൻ ഈ സ്റ്റോക്ക് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 50 രൂപയ്ക്ക് മേടിച്ച സ്റ്റോക്കിൻ്റെ പ്രൈസ് ഫ്യൂച്ചറിൽ ഒരു 100 രൂപയോ 150 രൂപയോ 1000 രൂപയൊക്കെ ആവുന്ന സമയത്ത്, ഞാനത് വിൽക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ എത്ര യൂണിറ്റ്സ് അന്നുണ്ടോ അത്രയും യൂണിറ്റ്സ് ഞാൻ സെൽ ചെയ്യുന്ന സമയത്ത് അത്രയും അതിൻ്റെ മൾട്ടിപ്പിൾസ്, അതായത് 10 രൂപയ്ക്ക് ഞാൻ 10 ഷെയർ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ അതിൻ്റെ വില ഒരു 1000 രൂപ ആവുന്ന സമയത്ത്. ഇന്നലത്തെ ക്ലാസ് ഉണ്ടായിരുന്നു, പെട്ടെന്ന് മനസ്സിലായില്ലേ? ഈ പറഞ്ഞ ആർക്കെങ്കിലും മനസ്സിലായോ പെട്ടെന്ന്? അതായത് ഉത്തമ അതിനകത്ത് എഴുതി കാണിക്കും. അതായത് ഇപ്പൊ ഞാൻ 2009 ഒരു ഷെയർ മേടിച്ചു. ഒരു 50 രൂപയുള്ള ഷെയറാണ് ഞാൻ മേടിച്ചത്. ഞാനത് ഒരു ടോട്ടലിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് ഒരു 5000 റുപ്പീസിനാണ് ഞാൻ 50 രൂപയുടെ ഷെയർ ബൈ ചെയ്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു 100 ഷെയർസ് കിട്ടിയിട്ടുണ്ടാവും. ഫ്യൂച്ചറിൽ ഈ ഷെയറിന്റെ പ്രൈസ്, അതായത് 2009 ഇതിന്റെ വില 50 രൂപയാണ്, 2025 ആവുമ്പോഴത്തേനും 2024 ഇതിന്റെ വില ഒരു 500 രൂപയാണെന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അന്ന് ഞാൻ മേടിച്ച ഷെയർസ് എത്രയാണ്? 100 ഷെയർസ് ആണ് ഞാൻ മേടിച്ചത്, 50 രൂപയുടെ 100 ഷെയർസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2024 ഞാൻ ഈ ഷെയർ സെൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 100 ഷെയറിന്റെ, അതായത് 500 റുപ്പീസുള്ള 100 ഷെയർസ് എനിക്ക് വിൽക്കാനായിട്ട് പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 50,000 റുപ്പീസ് കിട്ടും. അതായത് ഞാൻ 2009 ഇൻവെസ്റ്റ് ചെയ്തത് ഒരു 5,000 ആയിരുന്നു, പക്ഷെ അത് 2024 ആയപ്പോഴത്തേനും എനിക്ക് അതിന്ന് ഒരു 50,000 ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റി. അതാണ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ. ഓക്കെ അല്ലേ? അടുത്തത് ഡിവിഡൻഡ്. അതായത് കമ്പനീസ്
കമ്പനീസ് അവരുടെ ലാഭവിഹിതം ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്നതിനാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അത് ഇയർലി ആവാം, ക്വാർട്ടർലി ആവാം, ഹാഫ് ഇയർലി ആവാം. എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഡിവിഡൻഡ് കൊടുക്കാം. അത് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ആയിരിക്കില്ല, എപ്പോഴും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും. ആ കമ്പനിയുടെ ലാഭം എന്താണോ അതിൽ നിന്നാണ് ഡിവിഡൻഡ് കൊടുക്കുന്നത്. നെക്സ്റ്റ് വൺ ബോണസ് ഷെയർസ്. ബോണസ് ഷെയർസ് എന്ന് പറയുന്നത് ഡിവിഡൻഡിന് പകരം കമ്പനീസ് കൊടുക്കുന്നതാണ് ബോണസ് ഷെയർസ്. അതായത് ഡിവിഡൻഡ് കൊടുക്കുന്നതിന് പകരമായിട്ട്, അതായത് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് ഒരു പൈസ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നതിന് പകരമായിട്ട് കുറച്ചും കൂടി ഷെയർസ് അലോട്ട് ചെയ്ത് കൊടുക്കും. അതായത് ഇപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ അന്ന് 100 ഷെയർസ് ഉണ്ടായിരുന്നു. എനിക്ക് പിറ്റേത്തെ വർഷം, അതായത് 2010 ഡിവിഡൻഡ് കിട്ടുന്നതിന് പകരമായിട്ട് എനിക്കൊരു 10 ഷെയർസും കൂടി, അല്ലെങ്കിൽ ഒരു 100 ഷെയർസും കൂടി അവർ കൂടുതൽ തന്നു. 1:1 ആയിരിക്കും എപ്പോഴും, അല്ല 1:1 അങ്ങനെയൊക്കെ ആയിരിക്കും ബോണസ് ഷെയർസ് കൊടുക്കുന്നത്. 1:3 അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. അതായത് ഇപ്പൊ എനിക്ക് 2009 ഒരു 100 ഷെയർസ് ആണ് കിട്ടിയിരിക്കുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ 2010 ചിലപ്പോൾ കമ്പനി ഡിവിഡൻഡിന് പകരം ബോണസ് ഷെയർ ആണ് ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്കൊരു 10 ഷെയറും കൂടി കൂടുതൽ കിട്ടും. അപ്പൊ എൻ്റെ ഇവിടെ ഞാൻ അന്നൊരു 5000 രൂപയ്ക്കേ മേടിച്ചിട്ടുള്ളൂ. 100 ഷെയർസ് എൻ്റെ കയ്യിൽ ഞാൻ മേടിച്ചതായിട്ടുള്ളൂ. പകരം കമ്പനി ഒരു 10 ഷെയർസും കൂടി എനിക്ക് തരുമ്പോൾ ടോട്ടൽ എൻ്റെ നമ്പർ ഓഫ് ഷെയർസ് 110 ആവും. അതാണ് ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. അടുത്തത് റൈറ്റ് ഇഷ്യൂ. അതായത് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് കമ്പനീസ് ഇതിന്റെ ഇപ്പോൾ ഇവിടെ 500 രൂപയാണ് ഇതിന്റെ സ്റ്റോക്കിന്റെ പ്രൈസ്. അപ്പോൾ ഈ പ്രൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ റൈറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ 500 രൂപയാണ് ഈ ഷെയറിന്റെ പ്രൈസ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ വില എന്ത് ചെയ്യും, നേരെ പകുതി ആക്കിയിട്ട് ഒരു അതായത് കമ്പനീസ് ഇമ്മീഡിയറ്റ്ലി ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കറണ്ട് മാർക്കറ്റ് പ്രൈസ് എത്രയാണോ കറണ്ട് ആയിട്ടുള്ള മാർക്കറ്റ് പ്രൈസ് ഉള്ളത് ഷെയറിന്റെ, അതിനൊക്കെ കുറവ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും. 500 റുപ്പീസ് ഉള്ള ഒരു ഷെയർ ആണെന്നുണ്ടെങ്കിൽ അത് 350 ആയിട്ട് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ എലിജിബിൾ ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് മാത്രം കൊടുക്കാം. റൈറ്റ് ഇഷ്യൂ അല്ലല്ലോ. അല്ല, റൈറ്റ് ഇഷ്യൂല് അതായത് പണ്ടത്തെ ഒരു വീഡിയോയിലാണ്, മറ്റേ ടോമിച്ചൻഡിക്സ് മറ്റേ ഒരു വീഡിയോ ഉണ്ടായിരുന്നില്ല, അതിലിങ്ങനെ പറയുന്നുണ്ട് സാറ് നമ്മളുടെ എക്സിസ്റ്റിംഗ് പ്രൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനി, അവരെ കമ്പനി ഒന്നും കൂടി മോഡിഫിക്കേഷൻ ചെയ്യണം അല്ലെങ്കിൽ എക്സ്പാൻഷൻ ചെയ്യണം. അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യും, അവർ ഇനിയും പുറത്തുനിന്ന് ഷെയർ ഹോൾഡേഴ്സിന് എടുക്കുന്നതിന് പകരമായിട്ട് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഇപ്പോൾ ഒരു 500 റുപ്പീസിന്റെ ഷെയർ ആണ് അവർ ഇഷ്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കുറച്ചും കൂടി എമൗണ്ട്, കുറച്ച് ഷെയർസ് കൊടുക്കും. അതിനാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. റൈറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിലുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡറാണ്, എനിക്ക് ഒരു 350 റുപ്പീസിന് അവർ ഷെയർ തന്നു. അതായത് ടോട്ടൽ ഇപ്പോഴത്തെ പ്രൈസ് 500 ആണ്. എനിക്ക് ആ സമയത്ത്, അതായത് റൈറ്റ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പുതിയ ഷെയർസ് അവർ ആഡ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു 350 റുപ്പീസിന് ഷെയർ തന്നു. കറണ്ട് പ്രൈസ് അതിൻ്റെ 500 ആണ്. ഞാൻ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ ആയതുകൊണ്ട് എനിക്ക് 350ക്ക് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിലുള്ള ലാഭം എന്ന് പറയുന്നത്, ഞാൻ ആ സ്റ്റോക്സ് അപ്പം തന്നെ സെല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 150 രൂപയും കൂടി കൂടുതൽ എനിക്ക് കിട്ടും. അതായത് 500 രൂപയാണ് ശരിക്കും ആ ഒരു ഷെയറിന്റെ പ്രൈസ്. ഞാൻ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ ആയതുകൊണ്ട് എനിക്ക് 350 രൂപയ്ക്ക് അത് തന്നു. ഞാൻ ഈ സെയിം, അതായത് ഒരു ഷെയർ ആണ് ഇപ്പൊ എനിക്ക് തന്നിരിക്കുന്നത്, 500 രൂപയുടെ ഒരു ഷെയർ എനിക്ക് തന്നു. സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്നുള്ളത്, അതായത് കമ്പനീസ് അവരുടെ ഷെയറിന്റെ പ്രൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ 500 റുപ്പീസ് ആണ് കറന്റ് ഷെയർ പ്രൈസ്. 2024 കറന്റ് ഷെയർ പ്രൈസ് വന്നിട്ട് ഒരു 500 ആണ്. അപ്പൊ എന്റെ കയ്യിൽ ടോട്ടല് 100 ഷെയർസ് ഉണ്ട്. ഇതിന് പകരമായിട്ട് ഈ 500 ഷെയർസ്, ഇതിന്റെ പ്രൈസ് 500ന് പകരമായിട്ട് ഇതിന്റെ വില എന്താക്കും, ഒരു 250 ആക്കും.
250 ആക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ കറക്റ്റ് 100 ഷെയർ സ്റ്റോക്സിന്റെ ഡിസഡ്വാൻറ്റേജിൽ ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് ആണ് ക്യാപിറ്റൽ റേസ്. ക്യാപിറ്റൽ റേസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വലിയൊരു കമ്പനി, ആ കമ്പനിയുടെ സിഇഒ എന്തെങ്കിലും പറ്റിയെന്ന് പറയാണ്, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റിലയൻസിന്റെ ഓണർ മുകേഷ് അംബാനി, അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റി, ഇപ്പോൾ എന്തെങ്കിലും ഡെത്ത് സംഭവിച്ചു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഷെയറിന്റെ പ്രൈസ് താഴേക്ക് പോകാനും നമ്മുടെ ക്യാപിറ്റൽ റേസ്, അതായത് ക്യാപിറ്റൽ മൊത്തമായിട്ട് നഷ്ടപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. അതാണ് ക്യാപിറ്റൽ റേസ് എന്ന് പറയുന്നത്. പല പല റീസൺസ് ഉണ്ട് അതിനകത്ത്. നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ മാസം ആന്ധ്രയിൽ ഇലക്ഷൻ വന്നപ്പം ചന്ദ്രബാബു നായിഡു അല്ലെ, ഇപ്പൊ ഒരാളിപ്പം ഇതിൽ വന്നില്ലേ, പവറിൽ വന്നില്ലേ. അപ്പൊ അദ്ദേഹം വന്നപ്പോ അദ്ദേഹത്തിന്റെ ഹോൾഡിങ്സിനെ കുറച്ച് കമ്പനികൾ ഭയങ്കരമായിട്ട് ലാഭം ഉണ്ടാക്കി. പക്ഷെ ഈ ജഗ്മോഹൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, അപ്പൊ അദ്ദേഹത്തിന്റെ ഓണർഷിപ്പിലുള്ള കുറച്ച് കമ്പനികൾ ഭയങ്കരമായിട്ട് തകർന്നു. അത് ഭയങ്കര ന്യൂസ് ആയിരുന്നു, നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അപ്പം ഇതും റീസൺ ആണ്. GST ഹിഡൻബർഗിന്റെ റിപ്പോർട്ട് വന്നു പറഞ്ഞപ്പോ അദാനിയുടെ സ്റ്റോക്ക് എല്ലാം താഴോട്ട് പോയില്ലേ, അതൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. പിന്നെ അത് തിരിച്ചു കയറാൻ കുറച്ച് സമയം എടുക്കും. അപ്പൊ അതൊക്കെയാണ് ഈ ക്യാപിറ്റൽ ഇതിന്റെ ഒരുപാട് റീസൺസ് ഉണ്ട്, ഒത്തിരി റീസൺസ് ഉണ്ട്, ഒരുപാട് റീസൺസ് ഉണ്ട്. അപ്പോൾ ചാൻസ് കൂടുതലാണ്, 90% ചാൻസ് ഉണ്ട്. അടുത്തത് മാർക്കറ്റ് കറക്ഷൻ. മാർക്കറ്റ് കറക്ഷൻ എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ മാർക്കറ്റിൽ എന്തെങ്കിലും പുതിയ ന്യൂസ് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത്, അതായത് ഇപ്പോൾ ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ന്യൂസ്, അല്ലെങ്കിൽ കമ്പനീസിന്റെ ഷെയർസിന്റെ ക്വാർട്ടർലി പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് കറക്ഷൻ വരുമ്പോഴും നമ്മുടെ സ്റ്റോക്സിന്റെ പ്രൈസ് താഴാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. മാർക്കറ്റ് കറക്ഷൻ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു മാർക്കറ്റ് ഡൗൺ ആയി. അതിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് ബാങ്കിങ് സെക്ടറിനാണ്, ബാങ്ക് നിഫ്റ്റിയാണ്. അപ്പൊ ഈ ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്നത് ഒരു ഇൻഡൈസീസ് ആണ്. ഓക്കെ, ഒരു ഇൻഡൈസീസ്, അതിനകത്ത് ഒരു 19 ബാങ്കുകൾ ഉണ്ടാവും. ഓക്കെ, അതിന്റെ അലൊക്കേഷൻ HDFC ബാങ്കിനായിരിക്കും ഏറ്റവും കൂടുതൽ അതിനകത്ത് വെയിറ്റേജ് ഉള്ളത്. ICICI ബാങ്ക്, ആക്സിസ്, ഇങ്ങനെ SBI ഇങ്ങനെ പറയുന്ന ബാങ്കുകളായിരിക്കും. ഓക്കെ, അപ്പൊ ഈ മാർക്കറ്റ് കറക്ഷൻ വരുമ്പോൾ ഇപ്പൊ ബാങ്ക് നിഫ്റ്റി താഴോട്ട് വന്നാൽ അതിലുള്ള ബാക്കിയുള്ള ഷെയർസുകളെല്ലാം ഭയങ്കരമായിട്ട് താഴോട്ട്. സെക്ടർ വൈസ് ആണ് നോക്കുന്നത്. അപ്പൊ അത് ചിലപ്പോൾ മിഡ് ക്യാപ്പിലാണ് ഏറ്റവും കൂടുതൽ കർഷക വന്നിട്ടുണ്ടെങ്കിൽ മിഡ് ക്യാപ് സ്റ്റോക്കുകളായിരിക്കും താഴോട്ട് പോവാം, ലാർജ് ക്യാപ്പിന് പ്രശ്നം വരത്തില്ല. ഓക്കെ, അപ്പൊ മാർക്കറ്റ് കറക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. മാർക്കറ്റ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ എല്ലാ സ്റ്റോക്കുകളും കറക്റ്റ് ആവണമെന്നില്ല, ചിലത് നല്ല രീതിയിൽ പെർഫോം ചെയ്യും. അത് സെക്ടർ വൈസ് നോക്കണം. ആ സെക്ടർ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഷെയർസുകൾ ഭയങ്കരമായിട്ട് താഴോട്ട് വരും. അതാണ് മാർക്കറ്റ് കറക്ഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്തത് കോമ്പറ്റീറ്റേഴ്സ്. കോമ്പറ്റീറ്റേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വോഡഫോൺ ഐഡിയ പണ്ട് അത്യാവശ്യം നല്ല ബൂമായിരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു വോഡഫോൺ ഐഡിയ ഒക്കെ. പക്ഷെ ജിയോ വന്ന സമയത്ത് എന്ത് പറ്റി, ജിയോ പുതിയ കുറെ അഡീഷണൽ സർവീസ് ഒക്കെ കൊടുക്കാൻ തുടങ്ങി. അപ്പൊ അതായത് ഇപ്പോൾ നെറ്റ്വർക്ക് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കോൾ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ പുതിയ കുറെ അവര് ഇന്നോവേഷൻസ് കൊണ്ടുവന്നപ്പോഴത്തേനും എന്ത് പറ്റി, VI അവരുടെ ബിസിനസ് ഫുള്ളായിട്ട് ഡൗൺ ആയി. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് VIയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവർക്ക് എന്ത് പറ്റും, അവരുടെ ക്യാപിറ്റൽ നഷ്ടപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇടിവ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് കോമ്പറ്റീറ്റേഴ്സ് പുതിയ വരുന്ന സമയത്ത് എക്സിസ്റ്റിംഗ് കമ്പനീസ് അതുപോലെ തന്നെ പെർഫോം ചെയ്തില്ല, അവരെ ബീറ്റ് ചെയ്യാൻ പാകത്തിൽ പെർഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, ഇങ്ങനെയുള്ള നമുക്ക് ക്യാപിറ്റലിനുള്ള ലോസ് സംഭവിക്കാവുന്നതാണ്. അടുത്തത് റിസൾട്ട്. റിസൾട്ട് എന്ന് പറയുമ്പോൾ എലക്ഷൻ റിസൾട്ട് അല്ല, കമ്പനിയുടെ റിസൾട്ട്, കമ്പനിയുടെ റിസൾട്ട്. ഇലക്ഷൻ വരുന്നത് നമ്മൾ ആ മോളിൽ പറഞ്ഞ മാർക്കറ്റ് കറക്ഷൻ റിലേറ്റഡ് ആയിട്ട് ഇലക്ഷന്റെ ഒരു റെഗുലേറ്ററി ചേഞ്ചസ് വരുമ്പോഴാണ് റിസൾട്ട് ആൻഡ് റെഗുലേറ്ററി ചേഞ്ചസ്. അതായത് റിസൾട്ട് എന്ന് പറയുന്നത് കമ്പനീസിന്റെ പ്രോഫിറ്റബിലിറ്റി റിസൾട്ട് വരുന്ന സമയത്ത്
കമ്പനീസിന്റെ ഷെയർസ്, അതായത് അത്ര പ്രോഫിറ്റബിൾ അല്ലെന്നുണ്ടെങ്കിൽ ആ കമ്പനീസിന്റെ ഷെയർ പ്രൈസ് താഴെ പോകാനും ഒക്കെ ചാൻസസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ റെഗുലേറ്ററി ചേഞ്ചസ്, പുതിയ പുതിയ റെഗുലേഷൻസ് വരുന്ന സമയത്തും കമ്പനീസിന്റെ ഷെയർസിന് അത് നന്നായിട്ട് അഫക്റ്റ് ചെയ്യും. പിന്നെ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്തെങ്കിലും പാൻഡമിക്സ് വരികയാണ്, അങ്ങനെയുള്ള സമയത്തൊക്കെ ഷെയർ പ്രൈസ് താഴെ പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ലൈക്ക് കോവിഡ് വന്ന സമയത്ത് അതൊരു പാൻഡമിക് ആയതുകൊണ്ട് ഷെയർ പ്രൈസ്. ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ എന്ന് പറയുന്നത് ഇപ്പം എന്തെങ്കിലും യുദ്ധമോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. അല്ല, പാൻഡമിക്സ് അതില് പാൻഡമിക്സ് ഓക്കെ, ജിയോ പൊളിറ്റിക്കൽ അല്ലല്ലോ, അത് മൊത്തത്തിൽ വരുന്നതാണ്. അങ്ങനെയുള്ള സംഭവം അൺസർട്ടനിറ്റി വന്നു കഴിഞ്ഞാൽ പ്രശ്നം വരും. ഓക്കെ ഓക്കെ, കൺക്ലൂഡ് ചെയ്യും പെട്ടെന്ന്. ഓക്കെ, വളരെ മോശം